ഹായ് ആപ്പിൾ കുട്ടീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മറ്റൊരു ലോങ് വീഡിയോ ആയി വന്നിരിക്കുകയാണ് കേട്ടോ. കർക്കിടകം 1 അപ്പോൾ എന്തായാലും ഐശ്വര്യപൂർണ്ണമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അടിച്ച് തുടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടോ, അച്ചുമോൻ്റെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ ഇത്. ഈ സെറ്റിയിലാണ് അച്ചുമോൻ കിടന്നുറങ്ങുന്നത്, മുറിയിലല്ല കേട്ടോ. അവന് ഇപ്പോൾ ഇവിടെ പറ്റുള്ളൂ. മുറിയിൽ പോയി കിടക്കാൻ പറഞ്ഞാലും പറയും ഇവിടെ കിടക്കാം അമ്മയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ കിടന്നോട്ടേന്ന്. അങ്ങനെ ദേ അടുക്കളയിലൊക്കെ വന്നു കേട്ടോ. തലേ ദിവസം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി 1 തുടങ്ങണം. അങ്ങനെ എന്തായാലും അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉറക്കം വിട്ടു പോണില്ല. എങ്കിലും എന്താ പറയുക, കർക്കിടകം 1 ഒന്ന് നേരത്തൊക്കെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് വൃത്തിയായി വിളക്കൊക്കെ വെച്ച് എല്ലാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരുകയാണ്. ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അച്ചുമോനെ ലൈറ്റ് ഇടുമ്പോൾ കിടക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല, എങ്കിലും ഞാൻ കണ്ണ് കാണണമല്ലോ. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വേഗം അങ്ങോട്ട് അടിച്ചെടുത്തു. ആദ്യം തന്നെ ഹോള് അടിച്ചെടുത്തു കേട്ടോ. പിന്നെ മുറിയൊക്കെ അടിച്ചെടുത്തു. കാരണം അമ്മയൊന്നും എഴുന്നേറ്റിട്ടില്ല, ശ്രീജേട്ട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ, കുളിക്കുകയാണ്. അങ്ങനെ ബാക്കി ഉണ്ണികളും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരിയതിന് ശേഷം പിന്നെ വേഗം അങ്ങോട്ട് തുടച്ചെടുത്തു. അപ്പോൾ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ. എനിക്കും അച്ചുവിനും പാറമുൾക്കൊക്കെ ക്ലാസ് ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ശ്രീജേട്ടൻ പിന്നെ മാർക്കറ്റിൽ പോയി നമ്മുടെ കടയിലേക്കുള്ള പച്ചക്കറികൾ ഡെയിലി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നേരത്തെ പോകുമല്ലോ. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ശ്രീജേട്ടൻ തന്നെയാണ് എന്നും വിളക്ക് വയ്ക്കാറുള്ളത് കേട്ടോ. ഞങ്ങളും വയ്ക്കും, എങ്കിലും ശ്രീജേട്ടൻ രാവിലെ തന്നെ നേരത്തെ കുളി കഴിയുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വിളക്ക് വെച്ചിട്ടാണ് പോവേ. അപ്പോൾ എന്തായാലും അടിയും തൊടയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയും കൂടി നല്ല നീറ്റായി അടിച്ചു വാരി തുടയ്ക്കാം. വേഗം ഞാൻ ഇവിടുത്തെ ലൈറ്റൊക്കെ കെടുത്തിട്ട്, കാരണം കുറച്ച് നേരം കൂടി അച്ചുമുക്ക് ഇടുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം അടുക്കളയും കൂടിയും ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കുളിക്കണം, ചൂടുവെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പച്ചവെള്ളത്തിൽ തന്നെ അങ്ങോട്ട് കുളിക്കാം, ഉറക്കമൊക്കെ അങ്ങോട്ട് വിട്ടു പോകട്ടെ എന്ന് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ അടുക്കള നല്ല നീറ്റായി കിടന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അടുക്കളയ്ക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ കെടുത്തി ഞാൻ പോയി കുളിച്ചങ്ങോട്ട് വന്നു. അപ്പോൾ എന്തായാലും പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. കർക്കിടകം 1 വടക്കുന്ന അതെല്ലാം ആനയൂട്ടുള്ള ദിവസമാണ് കർക്കിടകം 1. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, ജോലി ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം രാവിലെ തന്നെ ഇന്ന് ജീരകവെള്ളം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ജീരകവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശ്രീജുവേട്ടനെ അവിടെ ചായയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജീരകവെള്ളമല്ല കേട്ടോ, മല്ലിവെള്ളമാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ മല്ലി കുറച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ചോറ് മതി കേട്ടോ. കുറച്ച് ചോറ് ഇന്ന് 1 തീയതി ആയതുകൊണ്ട് നമ്മുടെ അമ്പലത്തിൽ ശ്രീജുവേട്ടൻ പോവും, അങ്ങനെ അമ്മയും പോവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോയാൽ മതി. അച്ചുമോനും പാറമോൾക്കും ദോശ മതി എന്ന് പറഞ്ഞു, സാമ്പാറുള്ളത് കൊണ്ട്. അങ്ങനെ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ശ്രീജന്റെ വിളക്ക് വയ്ക്കലും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തിറങ്ങിയത് വേറെ ഒന്നും തന്നെ അല്ല കേട്ടോ, മുക്കുറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കർക്കിടകത്തിൽ മുക്കുറ്റിക്കുറി തൊടുക എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ. അങ്ങനെ മുക്കുറ്റി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ശ്രീജേട്ടൻ പറയും മുക്കുറ്റി ഒന്നും കാണാനില്ലല്ലോ വിപിനെന്ന്. അപ്പോൾ ഞാൻ വേഗം അമ്മ വന്നിട്ട് അമ്മ പറഞ്ഞു കുറച്ചങ്ങോട്ട് നീങ്ങി നോക്കിയാൽ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ മുക്കുറ്റിയും തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അമ്മ ദേ അവിടെ നിന്ന് പറക്കുന്നുണ്ട്. നല്ല മൂത്ത മുക്കുറ്റിയാണെങ്കിൽ ഇങ്ങനെ നല്ല കറുത്ത പോലെ കുറി നമുക്ക് കിട്ടുവേ, അല്ലെങ്കിൽ പിന്നെ അധികം കളർ ഉണ്ടാവില്ല. കയ്യിലിട്ട് തിരുമ്പിയാൽ തന്നെ നമുക്ക് നല്ലോണം എന്താ പറയുക, മുക്കുറ്റിയുടെ ചാറ് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ വേഗം അമ്മ അവിടെ നിന്ന് പറിച്ചെടുത്ത് നമുക്ക് മുക്കുറ്റിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മുക്കുറ്റിക്കുറി തൊടണമല്ലോ. അങ്ങനെ വിചാരിച്ചു. അമ്മയും അച്ചുമോനും ഉണ്ണിയൊന്നും കുളിച്ചിട്ടില്ല. അമ്മയ്ക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയും കുളിച്ചു വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള മുക്കുറ്റി കിട്ടി. അങ്ങനെ ദേ ആ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. അങ്ങനെ ദേ മുക്കുറ്റിനെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ കല്ലിലിട്ട് ഉരയ്ക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഇത് നല്ല മൂത്തതാണ്, നമുക്ക് കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പിയാൽ തന്നെ നല്ലോണം ചാറ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പോയി അതൊന്ന് കഴുകിയെടുത്തിട്ട് തിരുമ്പി കുറി തൊട്ടു. കാരണം എന്താണെന്ന് അറിയാം, ശ്രീജേട്ടന് വേഗം പോണേ, മാർക്കറ്റിൽ പോകണമല്ലോ, എനിക്കും പോകണം. അങ്ങനെ ഇത് അമ്മ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ വേഗം അതിങ്ങനെ കണ്ടോ, ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിൽ തന്നെ ഇട്ട് ഇങ്ങനെ തിരുമ്പിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ചാറ് കിട്ടും കണ്ടോ. ഇതങ്ങോട്ട് തൊട്ടാലുണ്ടല്ലോ നെറ്റിയിൽ ഇങ്ങനെ കറുത്ത പോലെ ആയിട്ട് ഇങ്ങനെ കിടക്കൂട്ട. ഈ മുക്കുറ്റി കുറി തൊടുന്നത് കർക്കിടകത്തിൽ നല്ലതാണെന്നാണ് പറയുക. എന്തെങ്കിലും ഒരു ഹെൽത്ത് ബെനിഫിറ്റ് അതിനുണ്ടായിരിക്കും എന്ന് പണ്ട് കാലത്തുള്ളവർ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ വേഗം അത് തൊട്ടു കേട്ടോ. ഇനി നമ്മുടെ അമ്മ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കാശിത്തുമ്പയാണ് കേട്ടോ ഇത്. നമുക്ക് എന്തായാലും അടുത്ത മാസം ഓണാണല്ലോ, പൂക്കളൊക്കെ ഇടുമ്പോൾ ഇത് നല്ല ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മയുടെ മുക്കുറ്റി പറ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയാം, അച്ചുമോനും പാറമുൾക്കുള്ളതും കൂടി
പറിക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ എനിക്കുള്ള മല്ലിവെള്ളം ശ്രീചേട്ടൻ ഒരു ഗ്ലാസ് പാൽച്ചായയും വെച്ചു കേട്ടോ. വേഗം ശ്രീചേട്ടൻ കുടിച്ച് പോയതിന് ശേഷം പിന്നെ ചായ വെക്കുള്ളൂ. ഞാൻ വേഗം മല്ലിവെള്ളമാണ് കുടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ തന്നെ ഒരു കപ്പ് ഇതുപോലെ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങും. ശ്രീചേട്ടന് പിന്നെ ചൂട് ചായ കിട്ടണം കേട്ടോ. നല്ല തിളച്ച ചായ വേണം ശ്രീചേട്ടന് കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ വേഗം ആ ചായ കൊണ്ട് ശ്രീചേട്ടന് കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാവർക്കും കട്ടൻ ചായ വേണം. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ കട്ടൻ ചായ വെക്കുക. അപ്പോൾ ശ്രീചേട്ടൻ പോകാനുള്ള തയ്യാറെടുപ്പിലായി നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നല്ല മഴയായിരുന്നു കർക്കിടകം ഒന്നായിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ പണികൾ അടുക്കളയിൽ ഇങ്ങനെ വേഗം വേഗം കഴിയുന്നുണ്ടേ. ഞാൻ പറഞ്ഞല്ലോ അച്ചുമോനും പാരമോൾക്കും സാമ്പാറുണ്ടെങ്കിൽ പിന്നെ ദോശ മതി കേട്ടോ. അപ്പോൾ ശ്രീചേട്ടൻ ദേ വേഗം പോയേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോറൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടി പോവാണ്. കുറേ പാത്രത്തിൽ നമുക്ക് ആക്കണം കേട്ടോ. പക്ഷെ ഇന്ന് കുറവാണ്. എന്താണെന്നറിയോ, ഇന്ന് ശ്രീചേട്ടന് രാവിലേക്കും ഉച്ചയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീചേട്ടൻ ആക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ദോശ ഉള്ളതുകൊണ്ട് ഒരൊറ്റ കറിയിൽ അവസാനിച്ചു സാമ്പാറിൽ കേട്ടോ. അങ്ങനെ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകി അങ്ങോട്ട് എടുത്തു. പിന്നെ അവർക്ക് 2 പേർക്കുള്ള പാത്രത്തിൽ സാമ്പാർ മാത്രമാക്കിയാൽ മതി എന്ന് പറഞ്ഞല്ലോ. അത് ദോശയ്ക്ക് മാത്രമാണ് കേട്ടോ. ചോറാണെങ്കിൽ പാരമോൾക്ക് സാമ്പാർ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. കാരണം എത്ര കറിയാണെന്നറിയോ വെക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ലോസ് നോക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു സംഭവം അടിപൊളിയാണ് കേട്ടോ. മധുരക്കിഴങ്ങ്, ചെറിയൊരു മധുരക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങിയിട്ട് അത് ഞാൻ കുക്കറിലിട്ടിരിക്കുകയാണ് പുഴുങ്ങാനായിട്ട്. അപ്പോഴേക്കും ദേ പാറുമോളുടെയും അച്ചുമോൻ്റെയും പാത്രത്തിൽ ദോശയാക്കുകയാണ്. പാറുമോൾക്ക് ഒരു ദോശ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഇത് വേഗം കഴിച്ചിട്ട് വേണം അവൾക്ക് കളിക്കാൻ പോകാൻ സമയം ഉണ്ടാവില്ല. ഈ ചോറ് എനിക്കുള്ളതാണ് കേട്ടോ. പാറുമോളുടെ പാത്രമായിരുന്നു അത്. ഞാൻ അങ്ങോട്ട് മാറ്റി. കാരണം അവൾക്കത് തുറക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അത് എല്ലാവരുടെ പാത്രത്തിലാക്കി. ഇന്ന് അതുകൊണ്ട് തന്നെ പാത്രം വളരെ കുറവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു പഴവും ഞാൻ എടുത്തു. അങ്ങനെ തൊലി കളഞ്ഞ് നമ്മുടെ മധുരക്കിഴങ്ങുണ്ടല്ലോ, ആ മധുരക്കിഴങ്ങ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാൽ കേട്ടോ, വളരെ കുറച്ച് പാൽ മാത്രം, ബാക്കി വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. മധുരക്കിഴങ്ങ് നല്ലതാണ് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക്. പക്ഷെ കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ വേഗം മധുരക്കിഴങ്ങൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ടു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പാലും ബാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. മിക്സിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇത് ഇത്തിരി വേവ് കുറവായിരുന്നു മധുരക്കിഴങ്ങ്. നന്നായി എന്തായാലും എന്താ പറയുക, നല്ല രസമായിട്ട് കിട്ടും കേട്ടോ ഷേക്ക്. ഇതിപ്പോൾ അതിൽ ഞാൻ അടിച്ചെടുത്തതിൽ ഇങ്ങനെ മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്കിഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടാക്കലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജ്യൂസ് മീൻസ് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു സംഭവം അടിച്ചെടുത്തു. അപ്പോഴേക്കും ഇതേ പണികളൊക്കെ സെറ്റായി അടുക്കളയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഷേക്ക് അടിച്ചത് ഞാൻ മിക്സിയുടെ അല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചുമോനും പാറുമോളും യാത്രയായിട്ട് വന്നിട്ടുണ്ട്. ദോശ കണ്ടതിലുണ്ടല്ലോ, ഈ ദോശ ആർക്കും തികഞ്ഞില്ല. ഞാൻ വന്ന് നോക്കിയപ്പോൾ അതിലൊരു ദോശ പോലും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ അച്ചുമോന് ദോശ സാമ്പാറും കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദോശ ഞാൻ കഴിച്ചില്ല, കഴിക്കാനുണ്ടായില്ല, അതായിരുന്നു സത്യം. അങ്ങനെ പാറുമോളും അച്ചുമോനും മാത്രമാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ഷേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ സീഡും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. സൺഫ്ലവർ സീഡ് കൂടാൻ പാടില്ല, കാരണം അത് കാലറി കൂടുതലാണ്. എങ്കിലും അതിൽ ഭയങ്കര നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ഇത്തിരി കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇത് ഈ ഫ്ലാസ്കിലാക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ, തണുപ്പോട് കൂടി നിൽക്കുമല്ലോ. അപ്പോൾ അത് അധികം തണുപ്പായിട്ടില്ലെങ്കിൽ ആ തണുപ്പ് വിടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ വേഗം എല്ലാം ആക്കി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഒരു പെടപെടപ്പാണ്. പാരമോൾക്ക് എല്ലാത്തിനും ഒരു മടിയാണ് കേട്ടോ. ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ആ നിൽക്കുന്നത്. അവളുടെ ബാഗ് അവൾ എടുക്കില്ല. അതും ഞാൻ വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഭാരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വേഗം പോവുകയാണെങ്കിൽ മഴ കിട്ടുമ്പോഴേക്കും നമുക്ക് കടയുടെ അവിടെ എത്തണം. അവിടെ നിന്നാണല്ലോ അച്ചുമോൻ്റെ ബസ്സും പാരമോളുടെ ബസ്സൊക്കെ വരുന്നത്. അങ്ങനെ പാരമോൾ ഇവിടെ വന്നിരുന്നു കേട്ടോ. അച്ചുമോൻ വേഗം പോയി അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് പോവാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ദോശയൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കടയിൽ വന്നിട്ട് ചെറിയൊരു നേന്ത്രപ്പഴം അങ്ങോട്ട് എടുത്ത് കഴിച്ചു. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. പിന്നെ ഇൻ്റർവെല്ലിൽ നമുക്ക് ആ ഷേക്ക് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടാ.